ഗ്യാങ്ടോക്കിൽ നിന്നുള്ള യാത്ര ഇപ്പോൾ ഒരു പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാഴ്ചകൾ മനോഹരമാണെന്ന് പറയുമ്പോഴും ഉള്ളിൽ ചെറിയൊരു ഭയം നിഴലിക്കുന്ന നിമിഷങ്ങൾ. കാരണം ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച പാതകളിൽ ഒന്നിലൂടെയാണ്. ആകാശം കറുത്തിരുണ്ടിരിക്കുന്നു, കൂട്ടിന് നേർത്ത മഴച്ചാറലും. മുന്നിലെ റോഡ് എവിടെ അവസാനിക്കുന്നു എന്നോ എങ്ങോട്ടാണ് തിരിയുന്നതെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. മഞ്ഞും മഴയും ഒരുമിച്ച് പെയ്തിറങ്ങുമ്പോൾ കാഴ്ചകൾ മങ്ങിപ്പോകുന്നു. തൊട്ടുമുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ടെയിൽ ലാമ്പുകൾ മാത്രമാണ് ഏക ആശ്വാസം. നേരിയൊരു പിഴവ് പോലും വലിയ അപകടത്തിന് കാരണമായേക്കാവുന്ന വളവുകൾ. യാത്രയുടെ ഒരറ്റത്ത് ആകാശം മുട്ടുന്ന കൂറ്റൻ പാറക്കെട്ടുകളാണ്. എപ്പോൾ വേണമെങ്കിലും മണ്ണും കല്ലും ഇടിഞ്ഞു വീഴാം എന്ന ഭീതിയോടെ ആ പാറകൾ ഞങ്ങളെ തുറിച്ചു നോക്കുന്നു. എന്നാൽ മറുഭാഗത്തോ കണ്ണെത്താ ദൂരത്തിൽ അഗാധമായ ഗർത്തം. ആ ഗർത്തത്തിലേക്ക് നോക്കുമ്പോൾ ഉള്ളിലൊരു വിറയൽ അനുഭവപ്പെടും. മേഘങ്ങൾ ആ താഴ്വരയെ മൂടി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ആഴം പോലും നമുക്ക് അളക്കാനാവില്ല. ഈ പ്രതികൂല സാഹചര്യങ്ങളിലും ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് നാഥുല പാസ് എന്ന ആ ലക്ഷ്യമാണ്. തണുപ്പ് അസ്ഥികളിലേക്ക് അരിച്ചു കയറുന്നു. ഓക്സിജൻ കുറയുന്നതിൻ്റെ ആയാസവും അനുഭവപ്പെടുന്നുണ്ട്. എങ്കിലും പ്രകൃതിയുടെ ഈ രണ്ടാം ഭാവം നേരിട്ട് കാണുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. അപകടം പതിയിരിക്കുന്ന ഈ പാതയിലൂടെയുള്ള ഓരോ ഇഞ്ചും ഒരു പോരാട്ടം പോലെയാണ്. കാത്തിരിക്കാം ഈ മഞ്ഞും മഴയും കടന്ന് ആ ചരിത്രപ്രസിദ്ധമായ അതിർത്തിയിലേക്ക് ഞങ്ങളെത്തുന്ന ആ നിമിഷത്തിനായി. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു സ്വർഗമാണ്. ഒപ്പം പ്രകൃതിയുടെ കരുത്തിനു മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന ഓർമ്മപ്പെടുത്തലും. വരൂ, നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനു ജനാർദ്ദനൻ. സിക്കിമിൻ്റെ ഹൃദയമായ ഗ്യാങ്ടോക്കിലെ തണുപ്പുള്ള ഒരു പ്രഭാതം. സമയം രാവിലെ 7 മണി. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള പാതകളിലൊന്നായ ചൈനീസ് അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന നാഥുല പാസിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. പുറപ്പെടുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു. ആകാശമാകെ മേഘങ്ങൾ മൂടിക്കെട്ടി നിൽക്കുന്നു. ഓരോ വളവുകൾ പിന്നിടുമ്പോഴും പ്രകൃതിയുടെ ഭാവം മാറിക്കൊണ്ടിരിക്കുന്നു. വഴിയോരങ്ങളിൽ കാണുന്ന മനോഹരമായ ചെറിയ ടൗണുകളും ഇതുവരെ കാണാത്ത തരം കാഴ്ചകളും ഈ യാത്രയുടെ ആവേശം കൂട്ടുകയാണ്. പുറത്ത് നല്ല തണുപ്പാണ്. ഇടയ്ക്കിടെ മഞ്ഞുകണങ്ങൾ വായുവിൽ പാറി നടക്കുന്നുമുണ്ട്. പക്ഷേ ഈ കാഴ്ചകളുടെ പുതുമയും മനോഹാരിതയും മുന്നിൽ നിൽക്കുമ്പോൾ ആ തണുപ്പൊന്നും ഞങ്ങൾ അറിയുന്നതേയില്ല. ഓരോ നിമിഷവും പുതിയൊരു അനുഭവം. കാത്തിരിക്കാം നാഥുല പാസിലെ ആ വശ്യമായ കാഴ്ചകൾക്കായി. ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഞങ്ങളോടൊപ്പം കൂടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. യാത്ര തുടങ്ങി കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ വരി വരിയായി കിടക്കുന്ന വാഹനങ്ങൾ കാണാൻ കഴിഞ്ഞു. ഡ്രൈവർ വണ്ടി നിർത്തി ഇറങ്ങിപ്പോയി. നാഥുല പാസിലേക്ക് പോകാൻ സൈന്യത്തിൻ്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. ഞങ്ങളുടെ തിരിച്ചറിയൽ രേഖകളെല്ലാം നേരത്തെ തന്നെ നൽകിയിരുന്നു. ആ ഓഫീസിലെ പരിശോധനകൾക്കും സീൽ പതിപ്പിക്കലിനും ശേഷമേ മുന്നോട്ട് യാത്ര സാധ്യമാകൂ. രാജ്യ സുരക്ഷയുടെ ഭാഗമായ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വന്നു. പെർമിറ്റ് കിട്ടി യാത്ര തുടർന്നതോടെ അന്തരീക്ഷമാകെ മാറി. മഴ പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. പക്ഷേ അതിനേക്കാൾ കഠിനമായ മഞ്ഞുവീഴ്ച തുടങ്ങിക്കഴിഞ്ഞു.
ഗ്ലാസിന് പുറത്ത് ലോകം വെളുത്ത പുതപ്പിനുള്ളിലായി. താപനില 0 ഡിഗ്രിയിലേക്കോ അതിനും താഴേക്കോ എത്തിയിരിക്കാം. മുകളിലേക്ക് പോകുന്തോറും ശ്വാസമെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇത് ഓക്സിജൻ കുറയുന്നതിൻ്റെ ലക്ഷണമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 14,000 അടിയിലധികം ഉയരത്തിലേക്കാണ് ഈ യാത്ര. നല്ല ആരോഗ്യമുള്ളവർക്ക് മാത്രമേ ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയൂ. പോകുന്ന വഴിയിൽ ഞങ്ങളൊരു ചെറിയ കടയിൽ വണ്ടി നിർത്തി. മഞ്ഞിൽ ചവിട്ടി നടക്കാൻ പ്രത്യേക ഷൂസുകളും കൈകൾ മരവിച്ചു പോവാതിരിക്കാൻ ഗ്ലൗസുകളും ഇവിടെ നിന്നും വാടകയ്ക്ക് എടുക്കാൻ കിട്ടും. വെറും 100 രൂപയ്ക്ക് ഷൂസ് കിട്ടും. ഐസിൽ കളിക്കണമെങ്കിൽ ഇവർ തരുന്ന ഷൂ നിർബന്ധമാണ്. നമ്മുടെ കാൽമുട്ട് വരെ കവർ ചെയ്യുന്ന ഒരു തരം ഷൂ ആണ് നമ്മൾ ഇവിടെ നിന്നും വാങ്ങിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈ ഷൂ ഇവരെ ഏൽപ്പിക്കണം. ഇതിൻ്റെ ഗ്യാരണ്ടിയെല്ലാം നമ്മുടെ കൂടെയുള്ള ഡ്രൈവർക്കാണ്. ഷൂസും വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു. മുന്നോട്ട് നീങ്ങുന്തോറും പ്രകൃതിയുടെ മറ്റൊരു വിസ്മയമാണ് മുന്നിൽ തെളിയുന്നത്. പാമ്പിനെ പോലെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന മനോഹരമായ ടാർ ചെയ്ത റോഡുകൾ. ഒരു വശത്ത് വെളുത്ത മഞ്ഞ് പുതച്ച കൂറ്റൻ മലനിരകളാണെങ്കിൽ മറുവശത്ത് നമ്മെ ഭയപ്പെടുത്തുന്ന അഗാധമായ ഗർത്തങ്ങളാണ്. മനോഹരമായ ഈ റോഡുകളുടെ ഓരോ വളവിലും മരണത്തിൻ്റെ ഗർത്തങ്ങൾ പതിയിരിക്കുന്നുണ്ട്. മഞ്ഞും മേഘങ്ങളും ഒളിച്ചിരിക്കുന്ന ഈ കാഴ്ചകൾക്കിടയിലൂടെ വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ അത് വിവരിക്കാൻ കഴിയാത്ത ഒരു തരം അനുഭവമാണ്. എന്തായാലും ആ കാഴ്ചകൾക്കായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കുക. ഗ്യാങ്ടോക്കിൽ നിന്നുള്ള യാത്ര ഇപ്പോൾ ഒരു പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാഴ്ചകൾ മനോഹരമാണെന്ന് പറയുമ്പോഴും ഉള്ളിൽ ചെറിയൊരു ഭയം നിഴലിക്കുന്ന നിമിഷങ്ങൾ. കാരണം ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച പാതകളിൽ ഒന്നിലൂടെയാണ്. ആകാശം കറുത്തിരുണ്ടിരിക്കുന്നു, കൂട്ടിന് നേർത്ത മഴച്ചാറലും. മുന്നിലെ റോഡ് എവിടെ അവസാനിക്കുന്നു എന്നോ എങ്ങോട്ടാണ് തിരിയുന്നതെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. മഞ്ഞും മഴയും ഒരുമിച്ച് പെയ്തിറങ്ങുമ്പോൾ കാഴ്ചകൾ മങ്ങിപ്പോകുന്നു.
തൊട്ടുമുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ടെയിൽ ലാമ്പുകൾ മാത്രമാണ് ഏക ആശ്വാസം. നേരിയൊരു പിഴവ് പോലും വലിയ അപകടത്തിന് കാരണമായേക്കാവുന്ന വളവുകൾ. യാത്രയുടെ ഒരറ്റത്ത് ആകാശം മുട്ടുന്ന കൂറ്റൻ പാറക്കെട്ടുകളാണ്. എപ്പോൾ വേണമെങ്കിലും മണ്ണും കല്ലും ഇടിഞ്ഞു വീഴാം എന്ന ഭീതിയോടെ ആ പാറകൾ ഞങ്ങളെ തുറിച്ചു നോക്കുന്നു. എന്നാൽ മറുഭാഗത്തോ കണ്ണെത്താ ദൂരത്തിൽ അഗാധമായ ഗർത്തം. ആ ഗർത്തത്തിലേക്ക് നോക്കുമ്പോൾ ഉള്ളിലൊരു വിറയൽ അനുഭവപ്പെടും. മേഘങ്ങൾ ആ താഴ്വരയെ മൂടി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ആഴം പോലും നമുക്ക് അളക്കാനാവില്ല. ഈ പ്രതികൂല സാഹചര്യങ്ങളിലും ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് നാദുല പാസ് എന്ന ആ ലക്ഷ്യമാണ്. തണുപ്പ് അസ്ഥികളിലേക്ക് അരിച്ചു കയറുന്നു. ഓക്സിജൻ കുറയുന്നതിൻ്റെ ആയാസവും അനുഭവപ്പെടുന്നുണ്ട്. എങ്കിലും പ്രകൃതിയുടെ ഈ രണ്ടാം ഭാവം നേരിട്ട് കാണുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. അപകടം പതിയിരിക്കുന്ന ഈ പാതയിലൂടെയുള്ള ഓരോ ഇഞ്ചും ഒരു പോരാട്ടം പോലെയാണ്. കാത്തിരിക്കാം ഈ മഞ്ഞും മഴയും കടന്ന് ആ ചരിത്രപ്രസിദ്ധമായ അതിർത്തിയിലേക്ക് ഞങ്ങളെത്തുന്ന ആ നിമിഷത്തിനായി. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു സ്വർഗമാണ്. ഒപ്പം പ്രകൃതിയുടെ കരുത്തിനു മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന ഓർമ്മപ്പെടുത്തലും. വരൂ, നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം.
അവസാനം ഞങ്ങൾ നാഥുല പാസിൽ എത്തിയിരിക്കുകയാണ്. വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ സ്വീകരിച്ചത് എല്ല് തുളയ്ക്കുന്ന തണുപ്പാണ്. എല്ലാവരും റെയിൻകോട്ടുകളും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളും കൊണ്ട് സ്വയം പൊതിഞ്ഞിരിക്കുന്നു. മുകളിലേക്ക് നോക്കിയാൽ മലനിരകളിൽ നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന ടൂറിസ്റ്റ് വണ്ടികൾ കാണാം. ഈ മഞ്ഞും തണുപ്പും ആസ്വദിക്കാൻ എത്രയോ ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. മൂടൽമഞ്ഞ് പാതകളെ പൂർണ്ണമായും വിഴുങ്ങിയിരിക്കുന്നു. ഓക്സിജൻ്റെ അളവ് കുറയുന്നത് ശരിക്കും അനുഭവപ്പെടുന്നുണ്ട്. ശ്വാസമെടുക്കാൻ പോലും പ്രയാസപ്പെട്ട് വായ തുറന്നു പിടിച്ചിരിക്കുന്ന എൻ്റെ ഈ അവസ്ഥ നോക്കൂ. സാഹസികതയ്ക്കൊപ്പം ശരീരം നേരിടുന്ന വലിയൊരു വെല്ലുവിളി കൂടിയാണിത്. കയ്യിൽ ഒരു പിടി മഞ്ഞ് കോരിയെടുക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആ തണുപ്പ് അതൊരു പ്രത്യേക രസമാണ്. തണുപ്പ് കൊണ്ട് എല്ലാവരും വീർപ്പ് മുട്ടുന്നുണ്ടെങ്കിലും ഈ മനോഹരമായ കാഴ്ചകൾക്ക് മുന്നിൽ അതൊന്നും ഒരു തടസ്സമാകുന്നില്ല. താഴ്വരയിലേക്ക് നോക്കിയാൽ മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ചെറിയ വീടുകളും വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡുകളും കാണാം. പ്രകൃതി ഒരുക്കിയ ഒരു മനോഹര ചിത്രം പോലെ. ഈ ഉയരത്തിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ എത്ര നിസ്സാരരാണെന്ന് തോന്നിപ്പോകും. യാത്രയുടെ ഈ അന്ത്യഘട്ടത്തിലും പ്രകൃതി ഞങ്ങളെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ മനോഹരമായ ഓർമ്മകൾ ക്യാമറയിൽ പകർത്തുന്ന തിരക്കിലാണ് എല്ലാവരും. മടങ്ങാൻ തോന്നിപ്പിക്കാത്ത വിധം വശ്യമാണ് ഈ മഞ്ഞു താഴ്വര. നാഥുല പാസിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പോകാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള മനോഹരമായ വീഡിയോകളുമായി ഞാൻ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം, ബായ്. എന്തോരഴകാണൻ ദൈവേ, ആ കണ്ണ് കണ്ട് കാലങ്ങളായി. എന്തോരഴകാണൻ പെണ്ണേ, എന്തോരഴകാണൻ പെണ്ണേ, ആ കണ്ണ് കണ്ട് കണ്ണൊന്നടച്ച. എന്തോരഴകാണൻ ദൈവേ, കണ്ട് കാലങ്ങളായി. എന്തോരഴകാണൻ